യൂട്യൂബിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മില്യൺസ് ഓഫ് വ്യൂസ് അടിച്ചെടുക്കാൻ എന്തെങ്കിലും കുറുക്ക് വഴികളുണ്ടോ എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നതാണ് ഈ വീഡിയോ സീരീസ്. 7 വീഡിയോ സീരീസ് ആണ് ഹൗ ടു ബിക്കം സക്സസ്ഫുൾ ഇൻ യൂട്യൂബ്. നിങ്ങളൊരു ക്രിയേറ്റർ ആണ് എന്നിരുന്നാൽ കൂടി ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ then you are definitely gonna miss something guys. ബിക്കോസ് നിങ്ങൾ അറിയാത്ത കുറച്ച് ജെംസ് നമ്മൾ ഈ വീഡിയോ സീരീസിൽ നിങ്ങൾക്കായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. സോ കീപ് ട്രാക്കിംഗ് us. ഗൈസ്, എന്തൊക്കെ വേണം യൂട്യൂബിൽ സക്സസ്ഫുൾ ആവാനായിട്ട്? തീർച്ചയായിട്ടും നിങ്ങൾ പറയും ഒരു ക്യാമറ, ഒരു ലാപ്ടോപ്പ്, ഒരു മൈക്ക്. നോ, ആക്ച്വലി നിങ്ങളുടെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കാനോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനോ പറ്റുമെങ്കിൽ ഇറ്റ് ഇസ് മോർ ദാൻ ഇനഫ് ടു ക്രിയേറ്റ് വണ്ടേഴ്സ് ഇൻ യൂട്യൂബ് ഗൈസ്. ആക്ച്വലി അത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾക്ക് 2 തരത്തിൽ യൂട്യൂബിനെ നമുക്ക് തരംതിരിക്കാം. യൂട്യൂബിൽ നിങ്ങൾക്ക് 2 രീതിക്ക് നിങ്ങളുടെ ചാനൽ ബിൽഡ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒരു മണി മേക്കിംഗ് ചാനലായിട്ട് ബിൽഡ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ഒരു ബ്രാൻഡായിട്ട് ബിൽഡ് ചെയ്യാം. രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? മണി മേക്കിംഗ് ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലോണം ഏൺ ചെയ്യാൻ പറ്റും. ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും, പക്ഷേ പെട്ടെന്നൊന്നും ഏൺ ചെയ്യാൻ പറ്റില്ല. മണി മേക്കിംഗ് ചാനൽ വെച്ചാൽ പെട്ടെന്ന് ഏൺ ചെയ്യാം, പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. സോ അതിന് മുന്നേ തന്നെ ഈ 2 ചാനലും നമ്മൾ തുടങ്ങുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാ തുടങ്ങുകയെന്ന് ഫസ്റ്റ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്യുക. ഇത് രണ്ടും തമ്മിൽ എങ്ങനെ നിങ്ങൾ ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മണി മേക്കിംഗ് ചാനലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് അധികാരം പറയില്ല. നിങ്ങൾ പലരും ചോദിക്കും കൺസിസ്റ്റൻസി ആണ് ഇമ്പോർട്ടൻസ്, കണ്ടന്റ് ക്വാളിറ്റി ആണ് ഇമ്പോർട്ടൻറ്റ്, വീഡിയോ ക്വാളിറ്റി ആണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള കാര്യമൊക്കെ. പക്ഷേ എപ്പോഴും ഞാൻ പറയും വീഡിയോ ക്വാളിറ്റിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ കണ്ടന്റ് ക്വാളിറ്റിയാണ്. കാരണം നിങ്ങളുടെ കണ്ടന്റ് കിടിലല്ല എന്നുണ്ടെങ്കിൽ ആരും നിങ്ങളുടെ വീഡിയോ കാണില്ല. നിങ്ങൾ 4K വീഡിയോ അപ്ലോഡ് ചെയ്യുക, നിങ്ങളുടെ വീഡിയോയിൽ ഒരു തേങ്ങയില്ല, ഒരു മാങ്ങയില്ല എന്നുണ്ടെങ്കിൽ ഒരാളും അത് കാണാൻ പോകുന്നില്ല. സോ ബിലീവ് മീ, കണ്ടന്റ് ക്വാളിറ്റി ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് യൂട്യൂബ് ഇങ്ങനെ തുറന്നു നോക്കിയിരുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടു. ഒരു 4 നില കെട്ടിടത്തിന് മീതെ ഫയറിൽ കുടുങ്ങിയപ്പോൾ ഒരു കുട്ടിയെ ഒരാൾ കെട്ടിടത്തിൽ ഇങ്ങനെ വലിഞ്ഞ് കയറി രക്ഷിക്കുന്ന വീഡിയോ ആണ്. ഒരു ഹെഡിങ് മാത്രമേ ഉള്ളൂ, തംബ്നെയിൽ പോലും പ്രോപ്പർ അല്ല. ഞാൻ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കി, പണ്ടത്തെ നോക്കിയ ഫോണിൽ എടുത്ത പോലത്തെ വീഡിയോ. പക്ഷെ ഞാൻ മൊത്തം ഇരുന്ന് കണ്ടു. ബിക്കോസ് ദാറ്റ് വീഡിയോ ഹാവ് കണ്ടന്റ്. ഞാൻ മാത്രമല്ല, ഏകദേശം 5-6 മില്യൺ ആൾക്കാർ അത് കണ്ടു. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? കണ്ടന്റ് ക്വാളിറ്റി ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. വീഡിയോ ക്വാളിറ്റി ഒരു മിനിമം ക്വാളിറ്റി വേണം, ബട്ട് ബിലീവ് മീ, വീഡിയോ ക്വാളിറ്റിയേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. യൂട്യൂബിലേക്ക് എല്ലാവരും എന്തിനാണ് വരുന്നത്? മെയിനായിട്ട് ഏൺ ചെയ്യാനല്ലേ, ക്യാഷ് ഉണ്ടാക്കാനല്ലേ. 2 രീതിക്ക് നമുക്ക് ചാനൽ ബിൽഡ് ചെയ്യാം. അപ്പോൾ ഒന്ന് മണി മേക്കിംഗ് ചാനൽ, ഒന്ന് ബ്രാൻഡായിട്ട് ചാനൽ. സോ മണി മേക്കിംഗ് ചാനലും ബ്രാൻഡായിട്ടുള്ള ചാനലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ? മണി മേക്കിംഗ് ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ക്യാഷ് ഏൺ ചെയ്യാം. ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷേ ഒരു ടൈം കഴിഞ്ഞാൽ യു ക്യാൻ ബി എ ബ്രാൻഡ്. അതിപ്പോൾ നിങ്ങളുടെ ചാനൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും? ഒരു ബ്രാൻഡ് ആയിരിക്കും. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് അറിയോ? നിങ്ങളൊരു മണി മേക്കിംഗ് ചാനൽ തുടങ്ങുന്നതാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യു ഓൾവേസ് നീഡ് ടു ഫോക്കസ് ഓൺ ദ ട്രെൻഡ്. നമ്മുടെ ചുറ്റും നടക്കുന്ന ട്രെൻഡ് എന്തൊക്കെയാണെന്ന് അറിയാം. ഏത് വീഡിയോ എപ്പോൾ ഇട്ടാൽ വ്യൂസ് കൂടുതൽ കിട്ടുമെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ എന്താ, നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്ന കണ്ടന്റ് അറിയാം. അതിൽ എത്രത്തോളം വീഡിയോ ചെയ്യാൻ പറ്റും അത്രത്തോളം വീഡിയോ ചെയ്യാം. മിനിമം കണ്ടന്റ് ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ. പക്ഷേ എത്രത്തോളം എണ്ണം ചെയ്യാൻ പറ്റും അത്രത്തോളം എണ്ണം ചെയ്യാം. പക്ഷേ നിങ്ങളൊരു ബ്രാൻഡ് ആകുകയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രാൻഡാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എത്രത്തോളം വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതല്ല അവിടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റൈൽ, നിങ്ങളെ കാണാൻ ആൾക്കാർ നിങ്ങളുടെ ചാനലിലേക്ക് വരണം. കരിക്കൊക്കെ ഇപ്പോൾ ചെയ്യുന്ന പോലെ നമ്മൾ കാത്തിരിക്കണം, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള സ്റ്റൈൽ ഉണ്ടാക്കി എടുത്തിട്ട് അത് കാണാനായിട്ട് ആൾക്കാർ വരുത്തണം. സോ അവിടെ കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ്, ക്വാണ്ടിറ്റി ഇമ്പോർട്ടൻ്റ് അല്ല. യൂട്യൂബിൽ ഇനിയും കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യണം. പക്ഷേ ക്വാണ്ടിറ്റി ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ ക്വാണ്ടിറ്റി ഇവിടെ നമ്മൾ ഇടുന്ന എന്തിനാണ്? കൂടുതൽ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിൽ ഏത് ചാനൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണം എന്നുള്ളത് ഫസ്റ്റ് നിങ്ങൾ തീരുമാനിക്കുക. മണി മേക്കിംഗ് ചാനൽ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനും പെട്ടെന്ന് വ്യൂസ് ഗെയിൻ ചെയ്യാനായിട്ട് ട്രെൻഡിനെ ഫോളോ ചെയ്യുക. നമ്മുടെ ഇപ്പോഴത്തെ കുറച്ച് അൽഗോരിതം, യൂട്യൂബിൻ്റെ കുറച്ച് അൽഗോരിതംസ് മനസ്സിലാക്കുക. ദെൻ അതിനെ കീപ്പ് ഓൺ ട്രാക്ക് ചെയ്യുക. നമ്മുടെ ഷോർട്ട് ഫോം ഒക്കെ യൂസ് ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഗെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്കിപ്പം ഏത് ചാനൽ എങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഏത് ചാനൽ ബിൽഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ? ഇനി നമുക്ക് കുറച്ച് യൂട്യൂബ് അൽഗോരിതത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം. സോ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബാക്കിൽ കുറച്ച് നോയ്സ് ഉണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് അൽഗോരിതം എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നിങ്ങളുടെ വീഡിയോ ഓഡിയൻസിലേക്ക് എത്തിക്കുകയല്ല യൂട്യൂബ് ചെയ്യുന്നത്, മറിച്ച് നിങ്ങളുടെ വീഡിയോയിലേക്ക് ഓഡിയൻസിനെ എത്തിക്കണം. ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ കാണണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ തേടിയിട്ട് ഓഡിയൻസ് ഇങ്ങോട്ട്, അല്ലെങ്കിൽ ഓഡിയൻസിന് ഇങ്ങോട്ട് തിരിച്ചുവിടും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ആൾക്കാർ കണ്ടിട്ട് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ യൂട്യൂബ് തിരിച്ചുവിടുന്ന പരിപാടി നിർത്തും. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. സോ നിങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് എപ്പോഴും കിടിലുമായിരിക്കണം. സ്റ്റാർട്ടിങ് ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ്. ആ ഒരു 15 സെക്കൻഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. 15 സെക്കൻഡ് റൂൾ എന്ന് പറയും.
അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ വീഡിയോ കണ്ടന്റ് നമ്മളിങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് സസ്പെൻസ്ഫുൾ ആയിട്ട് ഫുൾ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ വീഡിയോയുടെ എൻഗേജ്മെൻറ്റ് കൂടും, വീഡിയോയുടെ ടൈം, നമ്മൾ ഒരു വീഡിയോ എത്ര നേരം ആൾക്കാർ കാണുന്നു എന്നുള്ളത് കൂടും. സോ ഇത് രണ്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയുടെ എന്ത് കൂടാൻ തുടങ്ങും, ആ ഒരു റീച്ച് കൂടാൻ തുടങ്ങുന്നതാണ്. യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ശരിയാണ്, ഇപ്പോൾ ഒരു ഷോർട്ട് ബൂം നടക്കുന്നുണ്ട്, പെട്ടെന്ന് വൈറലാവും. ഒരു ഷോർട്ട് സെർച്ച് എന്ന് വെച്ചാൽ പെട്ടെന്ന് വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് വ്യൂസ് വരുന്നൊരു സാധനം നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ലോങ് കണ്ടന്റ് ചെയ്യാൻ താല്പര്യപ്പെട്ട് വ്ളോഗ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു കണ്ടന്റ് ബിൽഡ് ചെയ്യാനോ ലക്ഷ്യം വെച്ചിട്ട് യൂട്യൂബിലേക്ക് വന്ന് ഷോർട്സിനെ എയിം ചെയ്ത് നിൽക്കുക എന്നുണ്ടെങ്കിൽ ബിലീവ് മീ, സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ നിങ്ങൾ ഷോർട്സിനെ ഫോളോ ചെയ്യുന്ന മണ്ടത്തരമാണ്. പക്ഷേ നിങ്ങൾക്ക് വൈസായിട്ട് യൂസ് ചെയ്യാം. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ യൂട്യൂബിൽ അൽഗോരിതമിനെ പറ്റിയിട്ട് പറയുന്നത് അടുത്ത വീഡിയോയിൽ പ്രോപ്പറായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. കുറച്ച് പറയാനുണ്ട്, അതുകൊണ്ടാണ്.